നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഭാരതാംബ വിവാദം. മന്ത്രി പി പ്രസാദിനെതിരെ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ. മന്ത്രിയുടെ നൂറിനാട്ടെ വീടിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് വിളക്ക് കൊളുത്താൻ ശ്രമം. തടഞ്ഞ് സിപിഐ പ്രവർത്തകർ. MDMAയുമായി 5 യുവാക്കൾ പിടിയിൽ. ഓച്ചിറ വവ്വാക്കാവിൽ നിന്നും വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവരെ പിടികൂടിയത്. കരുനാഗപ്പള്ളി ഇടപ്പള്ളിക്കോട്ട വെറ്റമുഖ സ്വദേശികളാണ് പിടിയിലായത്. കൊല്ലം കടയ്ക്കലിൽ 44കാരൻ പേവിഷബാധയേറ്റ് മരിച്ച സംഭവം തെരുവുനായയുടെ കടിയേറ്റല്ലെന്ന് റിപ്പോർട്ട്. തെരുവുനായ കാലിൽ നക്കിയത് ഗൗരവമായി എടുക്കാതിരുന്നത് പേവിഷബാധയേൽക്കാൻ കാരണം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. കൊല്ലം ജില്ലയിൽ ദേവാലയങ്ങളിലും ഈദ്ഗാഹുകളിലും നമസ്കാര ചടങ്ങുകൾ. ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി പി പ്രസാദിനെതിരെ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ. മന്ത്രിയുടെ വീടിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് വിളക്ക് കൊളുത്താൻ ബിജെപി പ്രവർത്തകർ ശ്രമിച്ചു. എന്നാൽ സിപിഐ പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ പ്രദേശത്ത് സംഘർഷ സാഹചര്യം രൂപപ്പെടുകയായിരുന്നു. ഭാരതാംബയുടെ ചിത്രവുമായി മന്ത്രി പി പ്രസാദിന്റെ വീടിന് മുന്നിൽ ബിജെപി പ്രവർത്തകർ എത്തിയതാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത്. പ്രസാദിന്റെ വീടിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് തെളിക്കാനുള്ള ശ്രമം സിപിഐ പ്രവർത്തകർ തടഞ്ഞു. ഇതേ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥയും രൂപപ്പെട്ടു. പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് രാജ്ഭവൻ നിർദ്ദേശിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം. ഇതിൽ വിസമ്മതിച്ചുകൊണ്ട് രാജ്ഭവനിൽ നിശ്ചയിച്ചിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കൃഷിവകുപ്പ് മാറ്റിയിരുന്നു. RSS ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിലുള്ളതല്ല യഥാർത്ഥ ഇന്ത്യൻ ഭൂപടമെന്നും സർക്കാർ പരിപാടിയിൽ അവ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടുമാണ് പരിസ്ഥിതി ദിന പരിപാടി മാറ്റിയതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വ്യക്തമാക്കിയിരുന്നു. ഒരു സർക്കാർ പരിപാടിയിൽ ആ ചിത്രം ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി ശരിയല്ല. ആ രീതിയോട് പൊരുത്തപ്പെടാനും കഴിയില്ല. അതുകൊണ്ട് വിയോജിപ്പ് രാജ്ഭവനെ അറിയിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് CPI രാജ്യസഭാ MP സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശനിയാഴ്ച രാവിലെ BJP പ്രവർത്തകർ സംഘടിച്ച മന്ത്രി പി പ്രസാദിന്റെ നൂറിനാട്ടെ കുടുംബ വീടിന് മുന്നിലെത്തിയത്. ഇവിടെ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിച്ച് പ്രതിഷേധിക്കാനായിരുന്നു BJPയുടെ തീരുമാനം. എന്നാൽ ഇതറിഞ്ഞ് സംഘടിച്ചെത്തിയ CPI പ്രവർത്തകർ ശക്തമായി എതിർക്കുകയായിരുന്നു. പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം BJP ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി നിർവഹിച്ചു. രക്തത്തിൽ കലർപ്പുള്ളവർക്കാണ് മറ്റുള്ളവരെ അപഹസിക്കണമെന്നും അസഭ്യം പറയണമെന്നും തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള സാവകാശവും സൗമനസ്യവും നിങ്ങൾ കാണിക്കണം. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി നടത്തിയ ദേശവിരുദ്ധമായ പ്രവർത്തനത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഭാരതാംബ എന്നുള്ളത് മന്ത്രി പ്രസാദിന് തൊട്ടുകൂടാത്തതായത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഭാരതാംബ എന്നുള്ളത് ഈ രാഷ്ട്രത്തിൽ ജനിക്കുന്ന 145 കോടി ജനങ്ങളുടെയും അമ്മയാണ്. BJP ചാരിമൂട് മണ്ഡലം പ്രസിഡന്റ് K. സഞ്ജു അധ്യക്ഷത വഹിച്ചു. BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് K. സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതാംബയുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തില്ല എന്നുള്ള നിലപാട് അത് നിഷ്കളങ്കമായ ഒരു നിലപാടല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിൽ മുട്ടുമടക്കി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് മന്ത്രി പി പ്രസാദ് ഭാരതാംബയുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തില്ല എന്ന ദേശവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ് BJPയുടെ സമീപനം. അനിൽ വള്ളികുന്നം, അഡ്വക്കേറ്റ് KK അനൂപ, കൃഷ്ണകുമാർ രാംദാസ്,
PB അഭിലാഷ് കുമാർ, KV അരുൺ, സതീഷ് ചെറുവല്ലൂർ, D വിനോദ് കുമാർ, KS വിനോദ, ശ്രീമോൻ നെടിയത്ത്, K ശ്യാംകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു BJP പ്രവർത്തകർ സ്ഥലത്ത് സംഘടിച്ചത്. ഭാരതാംബയുടെ ചിത്രം കസേരയിൽ വെച്ച് ദീപം തെളിക്കാൻ ശ്രമിക്കുന്നതിനിടെ CPI പ്രവർത്തകർ ബലമായി കസേര പിടിച്ചുവാങ്ങി. തുടർന്ന് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു. പോലീസ് RSSന് BJPക്ക് മന്ത്രിയുടെ വസതിയിലേക്ക് തള്ളിക്കയറുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കാനാണ് പരിശ്രമിക്കുന്നത്. സാധാരണ ഇത്തരമൊരു പ്രതിഷേധം നടക്കുമ്പോൾ ആ പ്രദേശത്ത് നിന്ന് 100 മീറ്റർ അപ്പുറത്ത് തടയേണ്ട പോലീസ് മന്ത്രിയുടെ വീട്ടിന് മുന്നിലേക്ക് BJPക്കാരെ കടന്നു കയറാനുള്ള പരിശ്രമമാണ് നടത്തിയത്. അതിനെ തടയുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായി തടയുകയാണ് ചെയ്തത്. അത്തരം പരിപാടി ഈ പാലമേലിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. വൻ പോലീസ് സന്നാഹം ഇരു കൂട്ടരുടെയും മധ്യത്തിൽ നിന്നാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ചാരുമോട്. 4 കിലോ കഞ്ചാവുമായി ആസാം സ്വദേശി കായംകുളത്ത് പിടിയിലായി. പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ആസാം ദേശ്പൂർ സ്വദേശി റിയാദുൽ ഇസ്ലാമിനെ പിടികൂടിയത്. ഒഡീഷയിൽ നിന്നുമാണ് ഇയാൾ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത്. 4 കിലോ കഞ്ചാവുമായി ആസാം സ്വദേശിയെ കായംകുളം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പിടികൂടിയത്. ആസാം ദേശ്പൂർ സ്വദേശി റിയാദുൽ ഇസ്ലാം എന്നയാളെയാണ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്നും കായംകുളത്ത് ചില്ലറ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കഞ്ചാവ് കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പിടികൂടിയത്. 2 ലക്ഷം രൂപയോളം വില വരുന്നതാണ് കഞ്ചാവെന്ന് പോലീസ് പറഞ്ഞു. ഏറെ നാളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. കായംകുളം റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം താമസിച്ച് തെങ്ങുകയറ്റ തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. മുമ്പും കഞ്ചാവ് ചില്ലറ വിൽപ്പന നടത്തി വന്നിരുന്നു. ഇതോടെയാണ് ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. MDMAയുമായി 5 യുവാക്കൾ പിടിയിൽ. ഓച്ചിറ വവ്വാക്കാവിൽ നിന്നും വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവരെ പിടികൂടിയത്. കരുനാഗപ്പള്ളി ഇടപ്പള്ളിക്കോട്ട വെറ്റമുക്ക് സ്വദേശികളാണ് പിടിയിലായത്. കൊല്ലത്ത് നിന്നുമുള്ള എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയിലാണ് 61.5 ഗ്രാം MDMAയുമായി 5 യുവാക്കളെ പിടികൂടിയത്. ഇടപ്പള്ളിക്കോട്ട വെറ്റമുക്ക് സ്വദേശികളായ വിജിൻ, മുഹമ്മദ് ഷാൻ, ആദർശ്, ഹേമന്ത, ഹരികൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരിൽ നിന്നും ട്രെയിൻ മാർഗമാണ് ഇവർ കായംകുളത്തെത്തിയത്. തുടർന്ന് കാറിൽ കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. എക്സൈസ് ലഹരി വിരുദ്ധ സ്ക്വാഡ് വവ്വാക്കാവിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് 5 അംഗ സംഘം പിടിയിലായത്. ഇടപ്പള്ളിക്കോട്ട വെറ്റമുക്ക്, ഒരാൾ തെക്കൻ ഭാഗം, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതായിട്ടാണ് വിവരം. അല്ല, അവര് ട്രെയിനിലാണ് വന്നാൽ ഇവിടെ നിന്ന് വണ്ടി പോയി പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. 5 പേർ ബാംഗ്ലൂരിൽ നിന്ന് കടത്തിക്കൊണ്ട് വരുന്നതായി രഹസ്യം വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വവ്വാക്കാവിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിൽ ആൾട്ടോ കാറും 5 പേരെയും പിടികൂടി. ഇവിടെ നിന്ന് 62 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. ഇത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വരുന്നത് വലിയ അളവിലുള്ള MDMA ആണ്. ഈ 5 പ്രതികളുണ്ട്. 5 പ്രതികളിൽ നിന്ന് കരുനാഗപ്പള്ളി കോടതിയിൽ ഹാജരാണ്. ലഹരിക്കെതിരായ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിനിടയിലാണ് യുവാക്കളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചിറ്റുമല കുണ്ടറ പള്ളിമുക്ക് റോഡിൽ ഓണമ്പലം ഭാഗത്തായിരുന്നു സംഭവം. അപകടാവസ്ഥയിലുള്ള ഉണങ്ങിയ മാവും ആൽമരത്തിന്റെ ശിഖരവും ഒടിഞ്ഞു വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അപകടാവസ്ഥയിലുള്ള ഉണങ്ങിയ മാവും ആൽമരത്തിന്റെ ശിഖരവും ഒടിഞ്ഞു വീണാണ് ഗതാഗത തടസ്സമുണ്ടായത്. ചുറ്റുമല കുണ്ടറ പള്ളിമുക്ക് റോഡിൽ ഓണമ്പലം ഭാഗത്തായിരുന്നു സംഭവം. ഫയർഫോഴ്സ് എത്തി തടി മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കഴിഞ്ഞ മാസം മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് കശുവണ്ടി തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് PWD അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. 250-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയുടെ മുന്നിൽ ഗേറ്റിനോട് ചേർന്നാണ് മരം നിൽക്കുന്നത്. തലനാഴിഴയ്ക്കാണ് വലിയൊരു അപകടത്തിൽ നിന്നും തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. അപകടമുണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ അടിയന്തരമായി മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. അടിയന്തരമായി മരം മുറിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധികൃതരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൊല്ലം കടക്കലിൽ 44-കാരൻ പേവിഷബാധയേറ്റ് മരിച്ചത് തെരുവ് നായയുടെ കടിയേറ്റലെന്ന് റിപ്പോർട്ട്. തെരുവ് നായ കാലിൽ നക്കിയിരുന്നതായും മരണമടഞ്ഞ ബൈജു ഇത് ഗൗരവമായി എടുക്കാത്തതാണ് പേവിഷബാധയേറ്റ് മരിക്കാൻ കാരണമായതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കടക്കൽ കുറ്റിക്കാട് പാറയിൽ വീട്ടിൽ 44 വയസ്സുള്ള ബൈജുവാണ്
പേവിഷബാധയേറ്റ് മരിച്ചത്. 6 മാസം മുന്നേ ബൈജുവിനെ തെരുവുനായ കാലിൽ നക്കിയിരുന്നതായി ബന്ധുക്കൾ ആശുപത്രി അധികൃതരോട് പറഞ്ഞു. ബൈജുവിന് ശ്വാസം മുട്ടും മറ്റ് അസ്വസ്ഥതകളുമായി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ബൈജുവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിരുന്നു. എന്നാൽ ബൈജു പോയിരുന്നില്ല. അന്നേ ദിവസം രാത്രിയോടെ ശ്വാസതടസ്സമുണ്ടാവുകയും ബൈജുവിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയുമായിരുന്നു. കടക്കൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എന്നാൽ പേവിഷബാധയേറ്റാണ് ബൈജു മരിച്ചതെന്നുള്ള സ്ഥിരീകരണം പോലീസിനും ആരോഗ്യവകുപ്പിനും ലഭിക്കുകയായിരുന്നു. ബൈജുവുമായി സമ്പർക്കമുണ്ടായിരുന്ന ആൾക്കാരും അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പേവിഷബാധയുടെ വാക്സിൻ എടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ. ബൈജു മരിച്ച ദിവസം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ മുൻകരുതൽ എന്ന നിലയിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള ആദ്യ ഡോസ് വാക്സിൻ എടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. കർബല, കൊല്ലം ബീച്ച് എന്നിവിടങ്ങളിൽ പ്രത്യേക നമസ്കാരം നടന്നു. പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മയിലിന്റെയും ദൈവിക മാർഗത്തിലുള്ള സമർപ്പണത്തിന്റെ ഓർമ്മകളുടെ ആഘോഷമാണ് ബലിപെരുന്നാൾ. ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. കർബല, കൊല്ലം ബീച്ച് എന്നിവിടങ്ങളിൽ ബലിപെരുന്നാളിന്റെ ഭാഗമായി പ്രത്യേക നമസ്കാരം നടന്നു. കർബലയിൽ നടന്ന ഈദ് നമസ്കാരത്തിന് മദീന മസ്ജിദ് ഇമാം അബ്ദുൽ വാഹിദ് നദ്മി നേതൃത്വം നൽകി. നമ്മിലധികം ആളുകളും ഇസ്ലാം പഠിപ്പിച്ച ഉലഹിയ എന്ന് പറയുന്ന ആ കർമ്മം നിർവഹിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടായിരിക്കും ഈദ്ഗാഹിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇനിയും സമയമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ലഹു സഅത്തുൻ ഫലതുലഹി ഫലാ യഖ്റുബന്ന മുസല്ലന. ശേഷിയുള്ള ഒരാൾ ഉലഹിയ നിർവഹിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താതെയാണ് ഉള്ളതെങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലന, അയാൾ ഈദ്ഗാഹിലേക്ക് നമസ്കരിക്കാൻ വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ മുതലുള്ള 3 ദിവസം കൂടി അതിനുള്ള സമയമുണ്ട്. അത് നിർവഹിക്കാൻ ശ്രമിച്ചിട്ടില്ലാത്തവർ, തീരുമാനിച്ചിട്ടില്ലാത്തവർ അത് ചെയ്യണം എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ആഘോഷം എന്ന് പറയുന്നത് നമുക്ക് അതിരുകൾ ഭേദിക്കാനുള്ളതല്ല. അതിരുകൾക്കകത്ത് നിന്നുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ ആദർശ വ്യതിരിക്തതയുടെയും അനുഭവ സാക്ഷ്യം ചുറ്റും ജീവിക്കുന്ന മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ആഘോഷങ്ങളെ മാറ്റാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മയിലിന്റെയും ദൈവിക മാർഗത്തിലുള്ള സമർപ്പണത്തിന്റെ ഓർമ്മകളുടെ ആഘോഷമാണ് ബലിപെരുന്നാൾ. ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ദൈവിക കൽപ്പന പ്രകാരം മകനെ ബലി നൽകാൻ പ്രവാചകൻ ഇബ്രാഹിം തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കിയാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇബ്രാഹിം, പത്നി ഹാജറ, മകൻ ഇസ്മായിൽ എന്നിവരുടെ സമർപ്പിത ജീവിതമാണ് ഹജ്ജിലും ബലിപെരുന്നാളിലും സ്മരിക്കപ്പെടുന്നത്. നമസ്കാരത്തിന് ശേഷം മദീന മസ്ജിദ് ഇമാം അബ്ദുൽ വാഹിദ് നദ്മി പെരുന്നാൾ സന്ദേശം നൽകി. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അതിരുകളും ഭേദിക്കാനുള്ളതാണ്. ഒരതിരുമില്ലാതെ മനുഷ്യനെ സർവതന്ത്ര സ്വതന്ത്രരായി അർമാദിക്കുക. ഇപ്പൊ ആഘോഷമല്ല, അർമാദിക്കുക എന്നാണ് പുതിയ തലമുറയും പഴയ തലമുറയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അർമാദിക്കാനുള്ളതല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷങ്ങൾ. അതുകൊണ്ടാണ് ആ ആഘോഷത്തിലും ആവർത്തിച്ച് പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനമായി അല്ലാഹു അക്ബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് എന്നാണ് ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഈദ്ഗാഹുകളും ഒരുക്കിയിരുന്നു. കർബലയിൽ നടന്ന ഈദ്ഗാഹ് നിസ്കാരത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുരുന്നുകളോടും ക്രൂരത, നീന്തൽക്കുളത്തിൽ സാമൂഹ്യവിരുദ്ധ ശല്യം, മദ്യക്കുപ്പി പൊട്ടിച്ചതും ആഹാര അവശിഷ്ടങ്ങളും കുളത്തിൽ വലിച്ചെറിയുന്നു. പത്തനാപുരം കുണ്ടയത്താണ് സംഭവം. പത്തനാപുരം കുണ്ടയത്ത് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള നീന്തൽക്കുളത്തിലാണ് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. സ്ഥലം MLA-യും മന്ത്രിയുമായ KB ഗണേഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S തുളസി എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് പരിശീലകരായ സുബി ചേകം, ആദർശ് എന്നിവർ ചേർന്ന് 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കായി നീന്തൽ പരിശീലനം നടത്തിവരുന്നത്. ഈ നീന്തൽക്കുളത്തിലാണ് പരിശീലകർ ഇല്ലാത്ത സമയങ്ങളിൽ പൂട്ടുകൾ തകർത്തും മതിൽ ചാടിക്കടന്നും എത്തുന്ന യുവാക്കൾ കുട്ടികൾക്കായി വാങ്ങിയ പരിശീലന ഉപകരണങ്ങൾ നശിപ്പിക്കുകയും അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഈ അവധിക്കാലത്ത് മാത്രം 12-ലധികം പൂട്ടുകൾ തകർത്തെന്ന് നീന്തൽ പരിശീലകർ പറയുന്നു. ഇരുമ്പുവല തകർക്കുകയും മോട്ടോറുകളും പൈപ്പുകളും വൈദ്യുത ലൈറ്റുകളും നശിപ്പിക്കുകയും കുളത്തിലെ വെള്ളം മലിനമാക്കുകയും ചെയ്യുന്നതായാണ് പരാതി.
സാമൂഹ്യവിരുദ്ധർ പൈപ്പുകൾ തുറന്നുവിട്ട് വെള്ളം പാഴാക്കുന്നതിനാൽ മിക്ക ദിവസവും തൊട്ടടുത്ത അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്കും നീന്തൽക്കുളത്തിലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഇവിടെ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരിക്കാനായി മിനി MCF സ്ഥാപിച്ചിരിക്കുന്നത് സ്പോർട്സ് ഹബിന്റെ മുറ്റത്താണ്. വീടുകളിലെ മത്സ്യ മാംസാദികളുടെയും ആഹാര സാധനങ്ങളുടെയും അവശിഷ്ടങ്ങളും MCFന് സമീപത്ത് നിക്ഷേപിക്കുന്നതായും പരിശീലകർ പറയുന്നു. വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള നീന്തൽ പരിശീലന കേന്ദ്രമാണ്. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് 15 വയസ്സിന് താഴെയുള്ളവരെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ പരിശീലിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ സാറും അതുപോലെ തന്നെ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S തുളസിയുടെയൊക്കെ അവരുടെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് ഇവിടെ ഈ നീന്തൽക്കുളം പ്രവർത്തിക്കുന്നത്. പക്ഷേ എനിക്ക് ഏറെ വിഷമം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, മാതാപിതാക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. പക്ഷേ ഏറെ വിഷമം എന്ന് പറഞ്ഞാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധന്മാർ വന്നിട്ട് ഈ കുളം മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അത് നശിപ്പിക്കുക മാത്രമല്ല, ഞാൻ ഈ ഒരു മാസത്തിനിടെ 7 പൂട്ടാണ് മേടിച്ചത്. ഈ പൂട്ട് തകർക്കുക, ഗ്രില്ല് തകർക്കുക, ലൈറ്റുകൾ അടിച്ചു പൊട്ടിക്കുക, മോട്ടോർ തകരാറാക്കുക, പൈപ്പുകൾ തകരാറാക്കുക, പൈപ്പ് വെള്ളം തുറന്നുവിട്ടിട്ട് പോവുക, ഇതിനകത്ത് മൂത്രം ഒഴിച്ച് വെക്കുക, മലമൂത്ര വിസർജനം ചെയ്യുക, മദ്യപാനം, അതുപോലെ തന്നെ എന്തൊക്കെയാണെന്നറിയാം. ഇപ്പോഴത്തെ മയക്കുമരുന്ന് നമ്മൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് യാതൊരു വിലയും. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷവും സമാന സ്ഥിതി ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം പരാതിപ്പെട്ടു ഇതേ അവസ്ഥ കാരണം. പക്ഷേ പോലീസ് ഇതുവരെ ഈ കുഞ്ഞുങ്ങൾക്ക് ഓർത്തെങ്കിലും അവരൊന്നും വന്ന് നോക്കാനും, പക്ഷെ അവർ വന്നിട്ടില്ല. ഗണേഷ് സാറ് വിളിച്ച് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇവിടെ പോലീസും വന്നിട്ടില്ല. ഇവിടെ പിന്നെ ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ രാത്രിയും പകലുമായിട്ട് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ വലിയവരാണ്, കൊച്ചുപിള്ളേരല്ല, വലിയവർ വന്നിട്ട് ഈ മതിൽ ചാടി കിടക്കുന്നു, ഈ ഗ്രില്ല് തകർക്കുന്നു, പൂട്ട് തകർക്കുന്നു. അതിലെല്ലാം എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വാങ്ങി വെക്കുന്ന ഈ നീന്തൽ പരിശീലനത്തായിട്ട് വാങ്ങി വെച്ചേക്കുന്ന സാധനങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടി ഒരുപാട് സാധനങ്ങളുണ്ട്, അതെല്ലാം നശിപ്പിച്ചു കളയും. സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാസ്ക് നിർബന്ധമാക്കി പുനലൂർ താലൂക്ക് ആശുപത്രി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് മാസ്ക് നിർബന്ധമാക്കിയത്. ആശുപത്രി ജീവനക്കാർ, രോഗികൾ, കൂട്ടിരിപ്പുകാർ തുടങ്ങി ആശുപത്രിയിലെത്തുന്ന രോഗികൾ ഉൾപ്പെടെ എല്ലാവർക്കും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് മാസ്ക് നിർബന്ധമാക്കിയത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് താലൂക്ക് ആശുപത്രിയിലെത്തുന്നവർക്ക് മാസ്ക് നിർബന്ധമാക്കിയത്. ആശുപത്രി ജീവനക്കാർ, രോഗികൾ, കൂട്ടിരിപ്പുകാർ തുടങ്ങി ആശുപത്രിയിലെത്തുന്ന രോഗികൾ ഉൾപ്പെടെ എല്ലാവർക്കും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് മാസ്ക് നിർബന്ധിതമാക്കിയത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇതുവരെയും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സൂക്ഷ്മ നിരീക്ഷണവും ആരോഗ്യവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. പനി, ശ്വാസകോശ അണുബാധ തുടങ്ങിയ ലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തുന്ന എല്ലാവർക്കും COVID-19 പരിശോധനയും നിർബന്ധമാക്കി. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവെങ്കിൽ RT-PCR ചെയ്യണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയുടെ വാതക ശ്മശാനം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. തകരാറുകൾ പരിഹരിച്ച ശേഷവും ശ്മശാനം തുറന്നു നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല. പുനലൂരുകാർ ഇപ്പോൾ തെന്മല ഗ്രാമപഞ്ചായത്തിലോ കൊല്ലം പോളയത്തോട്ടിലേക്കോ മൃതദേഹം കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അത്യാധുനിക സംവിധാനങ്ങളോടെ 12 വർഷം മുമ്പ് തുടങ്ങിയതാണ് പുനലൂർ നഗരസഭയുടെ വാതക ശ്മശാനം. ഉദ്ഘാടന ശേഷം ഇടയ്ക്ക് പ്രവർത്തനം നിലച്ചു. 2018 ആധുനിക സംവിധാനങ്ങളോടുകൂടി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഏറെ കഴിയും മുമ്പ് ഫർണസുകൾക്ക് തകരാറ് സംഭവിച്ചു. ഫർണസുകളുടെ തകരാറുകൾ പരിഹരിക്കുന്നതിനായി 17,10,000 രൂപ ചിലവഴിച്ചു. നവീകരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ വീണ്ടും പ്രവർത്തനം നിലച്ചു. വീണ്ടും 9 ലക്ഷം രൂപ ചിലവഴിച്ച് മെയിൻ്റനൻസ് നടത്തി. മെയിൻ്റനൻസ് പൂർത്തിയാക്കിയതിനു ശേഷം മാസങ്ങളായി ശ്മശാനം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശ്മശാനം, സ്മൃതി കുടീരം എന്നൊക്കെ പേരിൽ വലിയ കൊട്ടിഘോഷിച്ച് ആഘോഷങ്ങൾ നടത്തിയ ശ്മശാനം ഇന്ന് ശ്മശാനമൂകമായി കിടക്കുകയാണ്. ഇന്ന് പുനലൂർ നഗരസഭാ പ്രദേശത്ത് മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ കഴിയാത്ത ആളുകൾ അല്ലെങ്കിൽ അടക്കം ചെയ്യാൻ കഴിയാത്ത മാർഗമില്ലാത്ത ആളുകൾ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ട് തെന്മല പഞ്ചായത്തിലേക്ക് പോകേണ്ട ഗതികേടിലാണ്. മാത്രമല്ല, പുനലൂർ പട്ടണത്തിലെ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അനാഥ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ മാർഗമില്ലാത്തവയെല്ലാം തെന്മലയിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ്. ഈ ശ്മശാനത്തിൻ്റെ നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയും ക്രമക്കേട് വന്നുണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷം ശക്തമായ അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഇതെല്ലാം അന്ന് ഹാബിറ്റാറ്റ് ഏജൻസിയെ കൊണ്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. അതിന് യാതൊരു ടെൻഡറില്ല, യാതൊരു കൊട്ടേഷൻ ഇല്ല. നേരിട്ട് നഗരസഭ ഹാബിറ്റാറ്റിന് നേരിട്ട് കൊടുത്ത കൊട്ടേഷൻ.
അന്ന് തന്നെ വലിയ ക്രമക്കേടുകൾ അതിനകത്തുണ്ടായിരുന്നു. അതിലെ അത്യാധുനിക സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലായിരിക്കുന്നു. അത് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു. 4 തവണയാണ് അത് കോടിക്കണക്കിന് രൂപ മുടക്കി, ലക്ഷക്കണക്കിന് രൂപ മുടക്കി മെയിൻ്റനൻസ് ചെയ്തത്. ഇപ്പോഴും ഉപയോഗയോഗ്യമല്ലാത്ത നിലയിൽ പുനലൂർ നഗരസഭയ്ക്ക് ഒരു കീറാമുട്ടിയായി പ്രതിവർഷം ലക്ഷങ്ങൾ ചിലവഴിക്കുക. അന്ന് AMC വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിനൊന്നും തയ്യാറാകാതെ കാപ്പിറ്റാട്ടിനെ ഏൽപ്പിച്ച് അതിൻ്റെ പേരിൽ കൊള്ള നടത്തുവാനായിരുന്നു നഗരസഭ അന്ന് തീരുമാനിച്ചത്. അടിക്കടി ഉണ്ടാകുന്ന തകരാറുകൾ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. മെയിൻ്റനൻസ് എടുത്ത കരാറുകൾ ഒരു സ്ക്രൂ പോലും മാറ്റാതെ ബില്ല് മാറിപ്പോയി എന്ന പ്രതിപക്ഷാരോപണം സാധിക്കുന്ന നിലയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. മൃതദേഹം തെന്മലയിലേക്കോ കൊല്ലത്തേക്കോ സംസ്കരിക്കാനായി കൊണ്ടു നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പുനലൂർകാർക്ക്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനലൂർ നഗരസഭ ഇൻഡോർ സ്റ്റേഡിയം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുന്നില്ല. പുനലൂരിലെ കായിക സ്വപ്നങ്ങൾക്ക് ഉണർവേകേണ്ട ഇൻഡോർ സ്റ്റേഡിയം കാട് കയറി മദ്യപന്മാരുടെ താവളമായി മാറുകയാണ്. ഒരു സ്റ്റേഡിയം പോലുമില്ലാത്ത പുനലൂരിൽ നിന്നും കായിക രംഗത്ത് നിരവധി രാജ്യാന്തര താരങ്ങൾ മികവ് തെളിയിച്ചവരായുണ്ട്. പുനലൂരിലെ കായിക താരങ്ങൾക്കും വളർന്നുവരുന്ന പ്രതിഭകൾക്കും മികച്ച പരിശീലനം ലഭിക്കാനും അന്തർദേശീയ മത്സരം ഉൾപ്പെടെ നടത്താനും ഉതകുന്ന നിലയിലാണ് പുനലൂർ നഗരസഭ 1,65 ലക്ഷം രൂപ വിനിയോഗിച്ച ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും സ്റ്റേഡിയം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുന്നില്ല. പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ ഇൻഡോർ സ്റ്റേഡിയം ഇതാണ് ഇവിടെ ഒരു ശവകുടീരം പോലെ നിൽക്കുകയാണ്. 1,65 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒറ്റക്കട്ടയ്ക്ക് കെട്ടി മേളിൽ കയറിയേക്കുക. അത് ഇതുവരെ പൊതുജനങ്ങൾക്കായിട്ട് കായിക താരങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും വേണ്ടി ഇത് തുറന്നു കൊടുക്കാതെ ഏത് നാടയിൽ കുരുങ്ങി കിടക്കുവാണെന്ന് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരോ ഇതിനെക്കുറിച്ചൊരു പബ്ലിസിറ്റിയോ അതെന്താണ് തടസ്സമെന്നോ മറ്റ് പൊതുജനങ്ങളോട് പറയാതെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഇപ്പം അത് ജനറേറ്റർ വെച്ചിട്ടുണ്ട്. ആ ജനറേറ്റർ പോലും കാട് കയറി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മദ്യപിക്കാൻ പറ്റിയ മദ്യപാനികളുടെ ഒരു ആവാസ കേന്ദ്രമാക്കിക്കൊണ്ട് പുനലൂർ ഇൻഡോർ സ്റ്റേഡിയം 1,65 ലക്ഷം രൂപ മുടക്കി ആ ശവകുടീരം പോലെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണിത് തുറന്ന് പൊതുജനങ്ങൾക്ക് കൊടുക്കാത്ത? കായിക പ്രേമികൾ വളരെ പ്രതീക്ഷയോടെ വർഷങ്ങൾ കാത്തിരുന്ന് ഇത് കെട്ടി റെഡിയാക്കി വെച്ചിട്ടും അതിനകത്ത് ഒരു പരിപാടി പ്രോഗ്രാം നടന്നാൽ ഇരുന്ന് കാണാനുള്ള സൗകര്യമോ അതിന് വേണ്ടുന്ന സംവിധാനങ്ങളോ ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടില്ല. അതിങ്ങനെ ശവകുടീരം പോലെ മദ്യപാനികളുടെ ഒരു സങ്കേതമാക്കി മാറ്റിയിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥതയുടെ ആരുടെ ഇവിടെ ചോദിക്കാനെന്ന് പറയുന്നത് പോലെ ഇവിടെ ആരുമില്ലാത്ത നാഥനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് പുനലൂർ മുനിസിപ്പാലിറ്റി ഭരണവും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും. കാടുകയറി ഇഴജന്തുക്കളുടെ താവളമായ സ്റ്റേഡിയം നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഭിത്തികളിലെ പെയിന്റ് ഇളകി തുടങ്ങി. ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ജനറേറ്റർ തകർന്ന അവസ്ഥയിലാണ്. തറയോടുകളും ഇളകി കാട് കയറി തുടങ്ങി. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ചുറ്റുമായി സ്ഥാപിച്ച സംരക്ഷണ വേലികളും കാട് കയറി തുരുമ്പെടുക്കുകയാണ്. ഇൻഡോർ സ്റ്റേഡിയം തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നെങ്കിലും അധികൃതർ മൗനം പാലിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതാംബ വിവാദം. മന്ത്രി പി പ്രസാദിനെതിരെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ. മന്ത്രിയുടെ നൂറിനാട്ടെ വീടിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് വിളക്ക് കൊളുത്താൻ ശ്രമം. തടഞ്ഞ് CPI പ്രവർത്തകർ. MDMAയുമായി 5 യുവാക്കൾ പിടിയിൽ. ഓച്ചിറ വവ്വാക്കാവിൽ നിന്നും വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവരെ പിടികൂടിയത്. കരുനാഗപ്പള്ളി ഇടപ്പള്ളിക്കോട്ട വെറ്റമുഖ സ്വദേശികളാണ് പിടിയിലായത്. കൊല്ലം കടയ്ക്കലിൽ 44-കാരൻ പേവിഷബാധയേറ്റ് മരിച്ച സംഭവം തെരുവുനായയുടെ കടിയേറ്റല്ലെന്ന് റിപ്പോർട്ട്. തെരുവുനായ കാലിൽ നക്കിയത് ഗൗരവമായി എടുക്കാതിരുന്നത് പേവിഷബാധയേൽക്കാൻ കാരണം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. കൊല്ലം ജില്ലയിൽ ദേവാലയങ്ങളിലും ഈദ്ഗാഹുകളിലും നമസ്കാര ചടങ്ങുകൾ. ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.